ഗുഡ് മോർണിംഗ്. എജിസോണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കെമിസ്ട്രിയിലെ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ എങ്ങനെയാണ് ഒരു ലോഹം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ്. ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ഹാഫാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ചില പ്രത്യേക അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ലോഹങ്ങളുണ്ട്. ഈ ലോഹങ്ങളുടെയൊക്കെ അയിരുകൾ ആരൊക്കെയാണ്? നമ്മൾ ഒരുപാട് ലോഹങ്ങളുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ചില ലോഹങ്ങളുണ്ട് നമുക്ക് പഠിക്കാനുള്ള. ആ ലോഹങ്ങളുടെ അയിരുകൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അയിരാണ് അലുമിനിയം, അല്ലേ? അടുക്കളയിലൊക്കെ അലുമിനിയം പാത്രങ്ങളല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. അലുമിനിയം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഹം നമുക്ക് പഠിക്കാനുള്ള. അപ്പം അലുമിനിയത്തിൻ്റെ അയിരാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഓക്കെ, അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. പിന്നെ അലുമിനിയം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് ഇരുമ്പ്, അയേൺ. ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. രണ്ട് അയിരുകളുണ്ട് ഇരുമ്പിന്. പ്രധാനപ്പെട്ട രണ്ട് അയിരുകളാണ് ഇരുമ്പിനുള്ളത്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഇരുമ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് കോപ്പർ അഥവാ ചെമ്പ്. ചെമ്പിന് 3 അയിരുകളാണ് പ്രധാനമായിട്ടുള്ളത്. കോപ്പറിന് 3 അയിരുകളാണുള്ളത്. ഒന്നാമത്തേത് കോപ്പർ പൈറൈറ്റ്സ്. അതേപോലെ രണ്ടാമത്തേത് കോപ്പർ ഗ്ലാൻസ്. മൂന്നാമത്തേത് കുപ്രൈറ്റ്. അപ്പൊ കോപ്പറിന് 3 അയിരുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് കോപ്പർ പൈറൈറ്റ്സ്, രണ്ടാമത്തേത് കോപ്പർ ഗ്ലാൻസ് ആൻഡ് മൂന്നാമത്തേത് കുപ്രൈറ്റ്. ഓക്കെ, ആൻഡ് സിങ്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കോപ്പർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഒരു ലോഹമാണ് സിങ്ക്. സിങ്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലൻഡ്. അതേപോലെ സിങ്ക് ബ്ലൻഡ് കഴിഞ്ഞാൽ പിന്നെ സിങ്കിന്റെ രണ്ടാമത്തെ അയിരാണ് കലാമിൻ. ഓക്കെ, അപ്പോൾ ഈ 2 അയിരുകളാണ് സിങ്കിനുള്ളത്, സിങ്ക് ബ്ലൻഡും കലാമിനും. ആൻഡ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് ടിന്നിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല, എന്നാലും ടിന്നിൻ്റെ അയിരുകൾ സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടിന്നിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ടിൻസ്റ്റോൺ. അഥവാ കാസറ്ററൈറ്റ്. ടിൻസ്റ്റോണിന്റെ ഒറിജിനൽ പേരാണ് കാസറ്ററൈറ്റ് കേട്ടോ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ടിൻസ്റ്റോൺ എന്ന് വിളിക്കും, എളുപ്പത്തിന് വേണ്ടി ടിൻസ്റ്റോൺ എന്ന് വിളിക്കും, കാസറ്ററൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ലോഹങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും. ഇപ്പോൾ പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയാ? അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിര് ഏതാ? ബോക്സൈറ്റ്. അതേപോലെ രണ്ടാമത്തെ ലോഹമാണ് ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ആരൊക്കെയാ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലോഹമാണ് കോപ്പർ അഥവാ ചെമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ മലയാളം നോട്ട്സ്, ഇംഗ്ലീഷ് നോട്ട്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സൗകര്യത്തിന് വേണ്ടി ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, ഇടയ്ക്ക് മലയാളം എഴുതും. ഓക്കെ, പിന്നെ
അടുത്ത ലോഹമാണ് സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട 2 അയിരുകളാണ് സിങ്ക് ബ്ലൻഡും കലാമിനും. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ടിന്ന്. ടിന്നിന്റെ അയിരാണ് ടിൻ സ്റ്റോൺ അഥവാ കാസറ്ററൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ലോഹങ്ങളും അവയുടെ അയിരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ലോഹങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇനി ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉടനെ പോയി ആ വീഡിയോ കൊണ്ട് ഒന്ന് കാണുക. അപ്പോഴേ നമുക്ക് ഈ ചാപ്റ്റർ എന്താവുള്ളൂ, നല്ല രീതിയിൽ തറവായി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ എജുസോണിന്റെ കഴിഞ്ഞ ലോഹങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ലോഹങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഘട്ടം 1 സാന്ദ്രണം, ഘട്ടം 2 വേർതിരിക്കൽ, ഘട്ടം 3 ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പോയി കണ്ടു വന്ന് ഈ വീഡിയോ കൂടെ കാണാം. 2 വീഡിയോ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, ഈ ചാപ്റ്റർ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് തറവായി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, വിവിധ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു, സാന്ദ്രീകരണം. രണ്ടാമത്തെ ഘട്ടം എന്തായിരുന്നു, സാന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്തു, ലോഹത്തിനെ വേർതിരിച്ചു. അപ്പൊ ആ ലോഹത്തിനെ വേർതിരിക്കുന്ന സമയത്ത് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ലോഹത്തിനെ വേർതിരിക്കുന്ന സമയത്ത് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്സീകരണം അല്ലേ. ഓക്സീകരണത്തിൽ നമ്മൾ എന്താ ചെയ്തത്, അയിരിന എന്താക്കി മാറ്റി, ലോഹ ഓക്സൈഡാക്കി മാറ്റി, മെറ്റൽ ഓക്സൈഡാക്കി മാറ്റി. അയിരിന ലോഹ ഓക്സൈഡാക്കി മാറ്റി. ഇനി നിരോക്സീകരണത്തിൽ നമ്മൾ എന്താ ചെയ്തത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു എന്തെന്ന്, നിരോക്സീകരണത്തിൽ നമ്മൾ എന്താ ചെയ്തത്, അയിരിന എന്താക്കി മാറ്റി, മെറ്റൽ ഓക്സൈഡിനെ എന്താക്കി മാറ്റി, നമ്മൾ മെറ്റലാക്കി മാറ്റി, ശുദ്ധമായ അല്ലെങ്കിൽ മെറ്റൽ മാത്രമാക്കി മാറ്റി. കഴിഞ്ഞ 2 സ്റ്റെപ്പിൽ നമ്മൾ ഇതല്ലേ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വേർതിരിക്കൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഘട്ടത്തിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്സീകരണത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അയിരിനെ മെറ്റൽ ഓക്സൈഡാക്കി മാറ്റി അല്ലെങ്കിൽ ലോഹ ഓക്സൈഡാക്കി മാറ്റി. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തെടുത്തു, ഈ മെറ്റൽ ഓക്സൈഡിനെ അല്ലെങ്കിൽ ഈ ലോഹ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്തെടുത്തു, വീണ്ടും മെറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടോടാ, ഈ നിരോക്സീകരണം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കണ്ടോ. ഈ നിരോക്സീകരണം എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മെറ്റൽ ഓക്സൈഡിനെ നിരോക്സീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. മെറ്റൽ ഓക്സൈഡിന് മെറ്റലിനെ എടുത്ത് കളയുക ചെയ്യുന്നത്. മെറ്റൽ ഓക്സൈഡിന് മെറ്റലിനെ എടുത്ത് കളയുമ്പം ഓക്സിജൻ പോവുകയല്ലേ ചെയ്യാം. മെറ്റൽ ഓക്സൈഡിന് ഓക്സിജൻ എടുത്ത് കളയുമ്പോൾ എന്താ പോവുക, ഓക്സിജൻ പോവുകയല്ലേ ചെയ്യാം. ഓക്സിജൻ പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, നിരോക്സീകരണമാണ് സംഭവിക്കുന്നത് അല്ലേ മക്കളെ. അപ്പോൾ ഈ നിരോക്സീകരണം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഏതൊരു രാസപ്രവർത്തനത്തിലും നിരോക്സീകരണം ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നിരോക്സീകാരി വേണം അഥവാ റെഡ്യൂസിങ് ഏജന്റ് വേണം. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. അപ്പൊ ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും റിഡക്ഷൻ നടത്തണമെങ്കിൽ ആരാ റിഡക്ഷൻ നടത്തുക, റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ നടത്തുക. അഥവാ നിരോക്സീകരണം നടത്തുന്ന ആരാണ്, നിരോക്സീകാരിയാണ് എന്ത് നടത്തുക, നിരോക്സീകരണം നടത്തുക. ഓക്കെ അല്ലേ. അപ്പം ഓരോ രാസപ്രവർത്തനത്തിലും അല്ലെങ്കിൽ ഓരോ ലോഹത്തിന്റെയും നിരോക്സീകാരി ആരാണ്, ഈ ഒരു ഘട്ടം എത്തുമല്ലോ, രണ്ടാമത്തെ ഘട്ടം എത്തുമല്ലോ. രണ്ടാമത്തെ ഘട്ടത്തിൽ നിരോക്സീകരണം എത്തുമല്ലോ. ആ നിരോക്സീകരണം എത്തുമ്പം ഓരോ ലോഹത്തിനും നിരോക്സീകാരിയായിട്ട് ആരെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഏത് കെമിക്കലാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തതായിട്ട്. ഓക്കെ ആണോ? അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. എല്ലാ ലോഹത്തിനും നിരോക്സീകാരിയായിട്ട് ആരെയാണ് ഉപയോഗിക്കുക, ഓരോ ലോഹത്തിനും ആരെയൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ക്രിയാശീല ശ്രേണി ഓർമ്മയുണ്ടോ, വൈദ്യുത രസതന്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയാശീല ശ്രേണി ഒന്ന് എഴുതാൻ പോവാണ്. ക്രിയാശീല ശ്രേണിയിൽ ആദ്യം വരുന്ന ആളാണ് പൊട്ടാഷ്യം. രണ്ടാമത് വരുന്ന ആളാണ് സോഡിയം. മൂന്നാമത് വരുന്ന ആളാണ് കാൽഷ്യം. നാലാമത് വരുന്ന ആളാണ് മഗ്നീഷ്യം. അഞ്ചാമത് വരുന്ന ആളാണ് അലുമിനിയം.
ആറാമത് വരുന്ന ആളാണ് സിങ്ക്. സിങ്ക്. ഏഴാമത് വരുന്നത് ആരാ? അയൺ. ഏഴാമത് അയൺ വന്നു. എട്ടാമത് ആരാ വരിക? നിക്കല്. നിക്കല്. നിക്കല് കഴിഞ്ഞ ആരാ വരിക? ടിന്ന്. ടിന്ന്. ടിന്ന് കഴിഞ്ഞാൽ പിന്നെ ലെഡ്. ലെഡ്. ലെഡ് കഴിഞ്ഞാൽ ഈ ശ്രേണിയിൽ പിന്നെ ആരാ വരിക? ഹൈഡ്രജനാ വരിക. ഹൈഡ്രജൻ. ഹൈഡ്രജൻ കഴിഞ്ഞാൽ കോപ്പർ. കോപ്പർ. കോപ്പർ കഴിഞ്ഞാൽ മെർക്കുറി. മെർക്കുറി. മെർക്കുറി കഴിഞ്ഞാൽ സിൽവർ. സിൽവർ. സിൽവർ കഴിഞ്ഞാൽ അവസാനം ഗോൾഡ്. ഗോൾഡ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിയാശീല ശ്രേണി അല്ലെ? ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണിയിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്രിയാശീല ശ്രേണിയില് ഉള്ള ഇതൊക്കെ ലോഹങ്ങളല്ലേ? ഇതൊക്കെ ലോഹങ്ങളാണ്. ഈ ലോഹങ്ങൾക്കൊക്കെ ആരാണ് നിരോക്സികാരി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ലോഹങ്ങൾക്കൊക്കെ നിരോക്സികാരി ആരാണ്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ പൊട്ടാഷ്യം മുതൽ അലുമിനിയം വരെയുള്ള ഈ ആൾക്കാരില്ലേ? പൊട്ടാഷ്യം മുതൽ അലുമിനിയം വരെയുള്ള ആൾക്കാർ, ഈ ആൾക്കാർക്ക് എന്ത് കൂടുതലാണ്? ക്രിയാശീലം കൂടുതലാണ് അല്ലേ? ക്രിയാശീലം കൂടുതലാണ്. ഇവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ്. റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇവരെന്ത് ചെയ്യും? ഇവര് ഉള്ള എലമെന്റ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? റിയാക്ഷൻ നടത്തിയിട്ട് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഭയങ്കര റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ് ഇവര്. അപ്പം ഇവരെ വേർതിരിച്ചെടുക്കണം നല്ല ബുദ്ധിമുട്ടല്ലേ? കാരണം ഇവരെ വേർതിരിച്ചെടുക്കും തോറും ഇവരെന്ത് ചെയ്യും? വേറെ വേറെ മൂലകങ്ങളായിട്ട് ചേർന്നിട്ട് വേറെ വേറെ എന്തുണ്ടാക്കും? കോമ്പൗണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് പറ്റില്ല? നമുക്ക് ഇവരെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഇവരെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് വൈദ്യുതി. വൈദ്യുതി. ഇലക്ട്രിസിറ്റി. അപ്പൊ ഇവരെ നമ്മൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. കറണ്ട് എടുപ്പിക്കും. നമ്മൾ ഇലക്ട്രോലിസിസ് ചെയ്തിട്ട് വേർതിരിച്ചെടുക്കും. ഓക്കെ. അപ്പൊ ഇത്ര ആൾക്കാരെ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇത്ര ആൾക്കാരെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുക? വൈദ്യുതി. റെഡ്യൂസിങ് ഏജന്റായിട്ട് നമ്മൾ ആരാ ഉപയോഗിക്കുക? ഇലക്ട്രിസിറ്റി. ഓക്കെ. ഇനി അത് കഴിഞ്ഞാലുള്ള ആൾക്കാർ നമ്മുടെ സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ് വരെയുള്ള ആൾക്കാർ. ലെഡ് വരെയുള്ള ആൾക്കാർ. ഈ ആൾക്കാർക്ക് ക്രിയാശീലം വളരെ കൂടുതലല്ല, വളരെ കുറവുമല്ല. അവരൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വലിയ കുഴപ്പമില്ല, അടിക്കും പിടിക്കൊന്നും പോവില്ല, ഒരു സമാധാനപ്രിയരാ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് കാർബണും കാർബൺ മോണോക്സൈഡും. അവരെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണും കാർബൺ മോണോക്സൈഡും. അപ്പൊ ഇവർക്ക് ക്രിയാശീലം എന്താണ്? ക്രിയാശീലം മീഡിയമാണ്, ഒരു മീഡിയം ലെവലാണ്. ഓക്കെ. അപ്പൊ അവരെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി കാർബൺ, കാർബൺ മോണോക്സൈഡ്. കാർബൺ കോക്കാണ് കേട്ടോ ഇവിടെ. കോക്കിനെ നമ്മൾ കാർബൺ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഈ ഹൈഡ്രജനെ നമ്മൾ വേർതിരിച്ചെടുക്കാറില്ല പൊതുവെ. ഈ ഒരു ലോഹത്തിന്റെ പ്രക്രിയ വഴിയല്ല ഹൈഡ്രജൻ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ. ബാക്കിയുള്ള ആൾക്കാർ കോപ്പർ, മെർക്കുറി, ഗോൾഡ്, സിൽവർ, ഇവരൊക്കെ കണ്ടോ? ഇവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാ? ക്രിയാശീലം വളരെ കുറഞ്ഞ ആൾക്കാരാ അല്ലേ? അപ്പൊ ഈ ക്രിയാശീലം വളരെ കുറഞ്ഞ ആൾക്കാരാ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവരെ വേർതിരിച്ചെടുക്കാൻ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? ഇവർ വേർപെട്ട് വന്നോളൂ. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതായത് ക്രിയാശീല ശ്രേണി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ വൈദ്യുതരസതന്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയാശീല ശ്രേണി ഓർത്ത് വെക്കാം. അതിൽ പൊട്ടാഷ്യം മുതൽ അലുമിനിയം വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് റെഡ്യൂസിങ് ഏജന്റായി ഉപയോഗിക്കാം. പിന്നെ സിങ്ക് മുതൽ ലെഡ് വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ആണ് ഉപയോഗിക്കാം. അതേപോലെ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് എന്നിവർക്ക് നമ്മൾ താപം അഥവാ ഹീറ്റാണ് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ക്രിയാശീല ശ്രേണി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നിരോക്സികാരി ആരൊക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു.
അതേപോലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സാധാരണഗതിയിലുള്ള ലോഹങ്ങളുടെ ഒക്കെ അയിരുകൾ ആരൊക്കെയാണെന്നും പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പിൻ്റെ നിർമ്മാണമാണ്. ഇരുമ്പിൻ്റെ നിർമ്മാണം. ഇരുമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇരുമ്പിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇരുമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? വലിയൊരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാവുമേ, വലിയ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാവും. ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റീലിൻ്റെ ടവറാണ്. ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഹൈറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അത്രയും വലിയൊരു സ്റ്റീൽ ടവറിൻ്റെ അകത്ത്, ആ സ്റ്റീൽ ടവറിനെ നമ്മൾ എന്ത് വിളിക്കാം? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ നമ്മുടെ ഇരുമ്പിൻ്റെ അയിര്, അതിൻ്റെ കൂടെ തന്നെ ചുണ്ണാമ്പ് കല്ല്, പിന്നെ കോക്ക്, ഈ 3 സാധനങ്ങൾ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്തേക്ക് ഇടും. ഓക്കെ ആണോ? എന്തൊക്കെയാണ് ഇടുക ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്തേക്ക്? ഇരുമ്പിൻ്റെ അയിര്, പിന്നെന്താ ഇടുക? ചുണ്ണാമ്പ് കല്ല്, അവസാനമായിട്ട് നമ്മൾ എന്താ ഇടുക? അതിൻ്റെ കൂടെ തന്നെ കോക്ക്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്തേക്ക് ഇടും. ഇനി ഇവിടെ എടുക്കുന്ന ഇരുമ്പിൻ്റെ അയിര് എന്തായിരിക്കും? ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. അതിൽ ഹെമറ്റൈറ്റാണ് നമ്മൾ എടുക്കുക സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഹെമറ്റൈറ്റിൻ്റെ സാന്ദ്രീകരണ രീതി എന്താ? ഹെമറ്റൈറ്റിൻ്റെ സാന്ദ്രണ രീതി എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഹെമറ്റൈറ്റിൽ അതിൻ്റെ അയിരിന് സാന്ദ്രത കൂടുതലും അതിലെ ഗ്യാങ്ങിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെയുള്ള അയിരുകളെ നമ്മൾ വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ജലപ്രവാഹത്തിൽ കഴുകലാണ് അല്ലേ? അപ്പോൾ സാന്ദ്രണ രീതി എന്താ? ജലപ്രവാഹത്തിൽ കഴുകൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ പോയി ആ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റും സാന്ദ്രണ രീതി ജലപ്രവാഹത്തിൽ കഴുകലാണ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞ അയിര് ഞാൻ എടുക്കും. അയിര് എടുത്തിട്ട് അതിൻ്റെ കൂടെ ചുണ്ണാമ്പ് കല്ലും കോക്കും കൂടെ 3ഉം കൂടെ നമ്മൾ എവിടെ ഇടും? ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്തേക്ക് ഇടും. അപ്പം ഞാൻ ഈ ഇടുന്ന സാധനങ്ങളില്ലേ മക്കളെ, ഇടുന്ന സാധനങ്ങൾ ഏതൊക്കെ? ഇടുന്ന സാധനങ്ങൾ അയിര്, ഇരുമ്പിൻ്റെ അയിര്, പിന്നെ കോക്ക്, ചുണ്ണാമ്പ് കല്ല്. ഈ 3 ആൾക്കാരും ഇല്ലേ, ഇതിന് ഇംഗ്ലീഷിൽ എന്തൊക്കെ പറയും? ഓറ്, കോക്ക്, ചുണ്ണാമ്പ് കല്ലിനെ ലൈം സ്റ്റോൺ എന്ന് പറയും കേട്ടോ. ലൈം സ്റ്റോൺ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുക. എന്താണ്? ചാർജ് എന്ന് വിളിക്കാം. ഒന്നൊരു പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തൊക്കെ ഇടും? അയിരിടും, ചുണ്ണാമ്പ് കല്ലിടും, കോക്കിടും. ഇതിനെ 3നെയും ചേർത്ത് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ചാർജ് എന്ന് പറഞ്ഞ പേരിട്ട് വിളിക്കും. ഇനി ഈ ചാർജ് നമ്മൾ ചുണ്ണാമ്പ് കല്ലിൻ്റെ ഈ ചാർജ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ ചൂടാക്കും. നല്ല ചൂട് കൂടിയ ടെമ്പറേച്ചറിൽ ചൂടാക്കും, ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കും. നല്ല രീതിയിൽ ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ഈ കോക്കില്ലേ, കോക്ക്, ഇവനാരാ? ഇവൻ കാർബൺ ആണ്. ചൂടാക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കത്തിക്കുകയല്ലേ ചെയ്യുക നമ്മൾ. എങ്ങനെയാ ചൂടാക്കുക? കത്തിക്കുമ്പോഴാണ് ചൂടാവുക. കത്തിക്കുമ്പം അവിടെ എന്ത് വേണം? ജ്വലനം നടക്കണം. അവിടെ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ? ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്ത് സാധനം കത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്ത്, നമ്മുടെ ഈ ഫർണസിൻ്റെ താപം ഉയർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ കോക്കിലുള്ള കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, കോക്കിലുള്ള കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കുഴപ്പമുണ്ടോ? ഇല്ല.
അങ്ങനെ ഈ കോക്കിലുള്ള കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ എല്ലാ കോക്കും നമ്മൾ ഇട്ടുകൊടുത്ത എല്ലാ കോക്കും ഒന്നിച്ച് കാർബൺ ഡൈ ഓക്സൈഡായി മാറുമോ? ഇല്ല, കുറച്ച് കുറച്ചായിട്ടേ മാറത്തുള്ളൂ അല്ലേ? അങ്ങനെ ഈ കോക്ക് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡായി മാറിയ ആൾക്കാരുണ്ടല്ലോ, ഈ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറിയ ആൾക്കാർ വീണ്ടും കോക്കുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറിയ ആൾക്കാർ വീണ്ടും കോക്കുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും മക്കളെ. കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. എന്താ സംഭവിച്ചത്? നമ്മൾ ഇട്ടുകൊടുത്ത കോക്കാരാ? കാർബണാ. ഈ കാർബൺ എന്ത് ചെയ്യും? ചൂടാക്കുന്ന സമയത്ത് അവിടെ ആരുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. ഈ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെ ആ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുള്ള കോക്കുമായിട്ട് പ്രവർത്തിച്ചിട്ട് അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ മോണോക്സൈഡ് ഇല്ലേ മക്കളെ, ഈ കാർബൺ മോണോക്സൈഡ് ആണ് ഈ പ്രവർത്തനത്തിൽ നമ്മുടെ നിരോക്സീകാരി. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡ് ആണ് ആര്? ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി. ആരാണ്? ഈ കാർബൺ മോണോക്സൈഡ് ആണ്. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ നിരോക്സീകാരി ആരാണ്? കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ ഹെമറ്റൈറ്റ് ഉണ്ടല്ലോ, ഹെമറ്റൈറ്റിന്റെ രാസസൂത്രം എന്താ? ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്താ? ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല Fe2O3 ആണ്. Fe2O3. ഈ ഹെമറ്റൈറ്റുമായിട്ട് നമ്മുടെ ഈ കാർബൺ മോണോക്സൈഡ് പ്രവർത്തിക്കും. ഹെമറ്റൈറ്റുമായിട്ട് നമ്മുടെ ഈ കാർബൺ മോണോക്സൈഡ് പ്രവർത്തിക്കും. ഇത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നറിയോ? നമുക്ക് ഇരുമ്പ് വേറെയും കാർബൺ ഡൈ ഓക്സൈഡ് വേറെയും കിട്ടും. ഓക്കെ ആണോ? എന്താ സംഭവിച്ചത്? ഹെമറ്റൈറ്റ് Fe2O3 ആയിരുന്നു, അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് പ്രവർത്തിക്കും. കാർബൺ മോണോക്സൈഡിലെ കാർബൺ എന്ത് ചെയ്യും? ഹെമറ്റൈറ്റിന്റെ കൂടെയുള്ള ഓക്സിജനും കൂടെ കൊണ്ടുപോകും, എന്നിട്ട് CO2 ആയി മാറും. ഓക്കെ, ഇതിനൊന്ന് ബാലൻസ് ചെയ്യാം. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാം? ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ, ഇവിടെ 2 Fe ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഇട്ട് കൊടുത്തേക്കാം. അതേപോലെ ഇവിടെ 2 Fe. ഇപ്പോൾ ഇവിടെ 3, ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്തേക്കാം, ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, ബാലൻസ് ആയി. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? നമ്മുടെ കാർബൺ ചൂടാക്കുന്ന സമയത്ത്, കോക്ക് ചൂടാക്കുന്ന സമയത്ത്, കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ചൂടാക്കുന്ന സമയത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ കോക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? കാർബൺ തന്നെയാണ് നമ്മൾ കോക്ക് എന്ന് പറയാം. കോക്ക് എന്ന് പറഞ്ഞാൽ കൽക്കരി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോക്ക് ചൂടാക്കുന്ന സമയത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ആദ്യം എല്ലാ കോക്കും കാർബൺ ഡൈ ഓക്സൈഡായി മാറിയോ? ഇല്ല, കുറച്ച് ബാക്കി ഉണ്ടാവും അല്ലേ? ഈ രണ്ടാമതുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുള്ള കോക്കുമായിട്ട് വീണ്ടും പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി. ഈ കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ ഇരുമ്പിന്റെ അയിരായ ഹെമറ്റൈറ്റ് ഇല്ലേ, ഈ ഹെമറ്റൈറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കും? ഇരുമ്പ് വേറെ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വേറെയുമാക്കി മാറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ അയിരിന്ന് ഇരുമ്പ് വേർതിരിഞ്ഞ് കിട്ടിയില്ലേ? ഇരുമ്പിനെ മാത്രം കിട്ടിയില്ലേ അല്ലേ? ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു ചുണ്ണാമ്പുകല ചേർത്തു അല്ലേ? എന്തിനായി ചുണ്ണാമ്പുകല ചേർക്കുന്നത്? നമുക്ക് ഈ കിട്ടിയ ഇരുമ്പില്ലേ, ഈ കിട്ടിയ ഇരുമ്പ് നമ്മൾ ഓക്സിജൻ ഒഴിവാക്കി, ശരി തന്നെയാണ്. Fe2O3 ഓക്സിജൻ ഒഴിവാക്കി ഇരുമ്പ് മാത്രം കിട്ടി, ശരിയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇരുമ്പില് മണലുണ്ടാവും, അഥവാ സിലിക്ക ഉണ്ടാവും. ഇവര് വലിയ അപദ്രവ്യങ്ങളാ. ഈ ശല്യമായ സിലിക്ക ഇവരെ നമ്മൾ എന്ത് വിളിക്കാം? ഗ്യാങ് എന്ന് വിളിക്കാം അല്ലേ? നമ്മുടെ അയിരിന്റെ കൂടെയുള്ള മാലിന്യത്തെ നമ്മൾ എന്ത് വിളിക്കാം?
ഗ്യാങ് എന്ന് വിളിക്കാം. അയിരിൻ്റെ കൂടെയുള്ള മാലിന്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഗ്യാങ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇരുമ്പ് കിട്ടി. ഇരുമ്പിൻ്റെ കൂടെ ആരാണ് മാലിന്യമായിട്ടുള്ളത്? സിലിക്ക എന്നുള്ളത്. സിലിക്ക SiO2 ഇവനാണ് മാലിന്യമായിട്ടുള്ളത്, സിലിക്ക. ഈ സിലിക്ക നമുക്ക് എന്ത് ചെയ്യണം? ഇരുമ്പിൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കണം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മളെന്താ ചെയ്തത്? നമ്മുടെ കോക്കുണ്ടായിരുന്നു കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുള്ള കാർബണുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് കിട്ടി. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ പ്രവർത്തനത്തിലെ നിരോക്സികാരി. ഈ നിരോക്സികാരിയായ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹെമറ്റൈറ്റായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇരുമ്പ് വേറെയും കാർബൺ ഡൈ ഓക്സൈഡ് വേറെയും ലഭിച്ചു. ഇരുമ്പിനെ ഒറ്റയ്ക്ക് കിട്ടി നമുക്ക്. പക്ഷെ പ്രശ്നം എന്താ? ഇരുമ്പിൻ്റെ കൂടെ എത്ര നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും വിട്ടുപോകാത്ത മണൽ അഥവാ സിലിക്ക ഉണ്ടാവും. സിലിക്ക, ഈ സിലിക്കയെ കൂടെ ഒഴിവാക്കി വിടണം. സിലിക്ക ആരാണ്? സിലിക്ക ഇവിടെ ഗ്യാങ് ആണ്. ഇവിടെ ഗ്യാങ് ആരാണ്? സിലിക്കയാണ്. ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ നമ്മൾ വിളിക്കുന്ന ആരാണ്? ഫ്ലക്സിനെ. ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ നമ്മൾ വിളിക്കുന്ന ആളാണ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്യാങ്ങിൻ്റെ സ്വഭാവം അസിഡിക് സ്വഭാവമാണ്. ഈ അസിഡിക് സ്വഭാവമുള്ള ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ഫ്ലക്സ് ആണ് ആര്? CaCO3. ഓക്കെ, CaCO3 അല്ല, CaO ആണ് നമ്മുടെ ഫ്ലക്സ്. പക്ഷെ CaO നമുക്ക് അതേപോലെ കിട്ടൂല, അത് വേറെ രൂപങ്ങളായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ CaO അടങ്ങിയിട്ടുള്ള CaCO3 ആണ് ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ചുണ്ണാമ്പുകല്ല് ഫ്ലക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? നമ്മുടെ ഈ ഇരുമ്പിൻ്റെ കൂടെയുള്ള എത്ര ഒഴിവാക്കിയാലും പോവാത്ത മാലിന്യമായിട്ടുള്ള ഗ്യാങ് ആയിട്ടുള്ള സിലിക്കയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആ ചുണ്ണാമ്പുകല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇട്ടുകൊടുത്ത ഈ ചുണ്ണാമ്പുകല്ല് എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മൾ ഇട്ടുകൊടുത്ത ചുണ്ണാമ്പുകല്ലിൻ്റെ സമവാക്യം എന്താ? കെമിക്കൽ ഫോർമുല എന്താ? CaCO3. ഈ ചുണ്ണാമ്പുകല്ല് നല്ല ഉയർന്ന താപം കിട്ടുന്ന സമയത്ത് വിഘടിച്ചിട്ട് CaOയും CO2വുമായിട്ട് മാറും. ഈ CaO ഇല്ലേ മക്കളെ, ഈ CaO ആണ് നമ്മുടെ ഫ്ലക്സ്. കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ഫ്ലക്സ്. നമ്മൾ എന്തെയ്യുന്നറിയോ? എന്നിട്ട് ഈ CaO എന്തെയ്യുന്നറിയോ? ഈ CaO നമ്മുടെ സിലിക്ക ഇല്ലേ, നമ്മുടെ ശല്യക്കാരൻ, ഇരുമ്പിൻ്റെ കൂടെയുള്ള സിലിക്ക, ഈ സിലിക്കയായി ചേരും. ഈ CaO സിലിക്കയുമായി ചേർന്നിട്ട് കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും. എന്താണ്? കാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യം കാർബൺ എടുത്തിട്ട് ചൂടാക്കി. നമ്മൾ ചാർജ് ഇട്ടു, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചാർജ് ഇട്ടു. ചാർജിൽ ആരൊക്കെ ഉണ്ട്? കാർബൺ, ചുണ്ണാമ്പുകല്ല്, അയിര്. ഈ കാർബൺ എന്ത് ചെയ്തു? നല്ല ചൂടാവുന്ന സമയത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഇരുമ്പിലെ ഹെമറ്റൈറ്റ് ഇല്ല, ഇരുമ്പിൻ്റെ അയിര്, ഈ ഹെമറ്റൈറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടായി? ഹെമറ്റൈറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇരുമ്പ് വേറെ കാർബൺ ഡൈ ഓക്സൈഡ് വേറെ ലഭിച്ചു നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇരുമ്പ് വേറെ കിട്ടി. പക്ഷെ ഇരുമ്പിന്റെ കൂടെ എത്ര ഒഴിവാക്കിയാലും പോവാത്ത ശല്യക്കാരനായിട്ടുള്ള ഗ്യാങ് ഉണ്ടായിരുന്നു, സിലിക്ക. ഇതിന്റെ സ്വഭാവം എന്താ? ഈ സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങിന്റെ സ്വഭാവം അസിഡിക് ആയിരുന്നു. അപ്പൊ അസിഡിക് സ്വഭാവമുള്ള ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബേസിക് നേച്ചറുള്ള ഗ്യാങ്ങിനെ വിളിക്കും, ബേസിക് സ്വഭാവമുള്ള ഗ്യാങ്ങിനെ വിളിക്കും, ഫ്ലക്സിനെ വിളിക്കും. അസിഡിക് സ്വഭാവമുള്ള ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സിനെ വിളിക്കും. ഓക്കെ, ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വിളിക്കുന്ന ആളാണ് ഫ്ലക്സ്. അങ്ങനെ നമ്മൾ വിളിച്ച ഫ്ലക്സ് ആണ് ആര്? CaO. എവിടെ നമുക്ക് കിട്ടിയത്? നമ്മൾ ആദ്യം ചുണ്ണാമ്പുകല്ല് ഇട്ടിട്ടില്ലേ ബ്ലാസ്റ്റ് ഫർണസിലേക്ക്?
ആ ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ ഫ്ലക്സ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡിനെ കിട്ടുക. അവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ചുണ്ണാമ്പ് കല്ലിട്ടു, ചൂട് കൂടുമ്പം ചുണ്ണാമ്പ് കല്ല് എന്തായി വിഘടിക്കും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ക്രാക്കിംഗ് നടക്കും, വിഘടിക്കും. അങ്ങനെ വിഘടിച്ച് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന കാൽഷ്യം ഓക്സൈഡ്, ഇവയാണ് നമ്മുടെ ഫ്ലക്സ്. ഇവൻ നമ്മുടെ സിലിക്കയുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കും? കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാക്കും. ഈ കാൽഷ്യം സിലിക്കേറ്റിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് വിളിക്കുക. ഈ കാൽഷ്യം സിലിക്കേറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്ലാഗ് എന്ന് വിളിക്കുക. സ്ലാഗ്. ഗ്യാങ്ങും ഫ്ലക്സും ചേരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? സ്ലാഗ് ലഭിക്കും. ഗ്യാങ്ങും ഫ്ലക്സും ചേരുമ്പം സ്ലാഗ് ലഭിക്കും. ഇപ്പൊ സ്ലാഗ് രൂപീകരണം സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ ഈ സ്ലാഗ്, ഇതിന് നമ്മുടെ ഇരുമ്പിനെക്കാളും സാന്ദ്രത കുറവാണ്. ഇവൻ ഇങ്ങനെ ഇരുമ്പിന്റെ മുകളിൽ പൊങ്ങി കിടക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകം ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ നീക്കം ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? ശുദ്ധമായ ഇരുമ്പ് ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇരുമ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇരുമ്പ് നിർമ്മിച്ചു കഴിഞ്ഞു, വിവിധ തരം ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലേ. ഒറ്റൊരു തരം ഇരുമ്പാണോ നമുക്ക് ഉള്ളത്? അല്ല, വേറെ വേറെ തരം ഇരുമ്പുണ്ടല്ലേ. അപ്പൊ ഈ വേറെ വേറെ തരം ഇരുമ്പുകളുടെ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ, വിവിധ ഇരുമ്പ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ. അയൺ പ്രൊഡക്ട്സ്. അയൺ പ്രൊഡക്ട്സ് ഇരുമ്പ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പം ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിട്ട് നമ്മൾ ഇരുമ്പ് എങ്ങനെ കിട്ടുന്നതെന്ന് വരെ പറഞ്ഞു. ഈ ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് കിട്ടുന്ന ഇരുമ്പില്ലേ, ബ്ലാസ്റ്റ് ഫർണസിന് തൊട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ബ്ലാസ്റ്റ് ഫർണസിന്റെ പുറത്തേക്ക് ലഭിക്കുന്ന ഇരുമ്പില്ലേ, ആ ഇരുമ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിഗ് അയൺ എന്ന് വിളിക്കാം. എന്ത് വിളിക്കുക? പിഗ് അയൺ. പിഗ് അയൺ. ബ്ലാസ്റ്റ് ഫർണസിന് ഫ്രഷ് ആയിട്ട്, നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിന് ഫ്രഷ് ആയിട്ട് ലഭിക്കുന്ന, ആദ്യം തന്നെ ലഭിക്കുന്ന ഇരുമ്പിനെ നമ്മൾ എന്ത് വിളിക്കും? പിഗ് അയൺ. ഈ പിഗ് അയണിൽ ഏകദേശം 4% കാർബണും 4% കാർബണും ബാക്കി മഗ്നീഷ്യം, ഫോസ്ഫറസ്, ടിന്ന്, സിലിക്ക ഇങ്ങനെയുള്ള കുറച്ച് മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും വളരെ ചെറിയ തോതിൽ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിന് ലഭിക്കുന്ന ഇരുമ്പിനെ എന്താ വിളിക്കുക? പിഗ് അയൺ. ആ പിഗ് അയണിൽ 4% കാർബൺ ഉണ്ടാവും, പിന്നെ വളരെ ചെറിയ തോതിൽ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിലിക്ക പോലുള്ള അപദ്രവ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി ഈ 4% കാർബൺ ഇല്ലേ, ഇതിനെ ഞാൻ ശുദ്ധീകരിക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ കുറച്ചും കൂടെ ശുദ്ധീകരിച്ചിട്ട് ഞാൻ 2% കാർബൺ ആക്കിയെന്ന് വിചാരിക്കാം. 2% കാർബൺ, 4% കാർബൺ ഉണ്ടായി, ഞാൻ ശുദ്ധീകരിച്ചിട്ട് 2% കാർബൺ ആക്കി. ഇപ്പൊ എനിക്കൊരു ഇരുമ്പ് കിട്ടിയില്ലേ? ഈ ഇരുമ്പിനെ ഞാൻ കാസ്റ്റ് അയൺ, വാർക്ക കമ്പി എന്ന് വിളിക്കാം. ഈ ഇരുമ്പിനെ ഞാൻ എന്ത് വിളിക്കാം? കാസ്റ്റ് അയൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം കിട്ടിയ ഇരുമ്പായിരുന്നു പിഗ് അയൺ. പിഗ് അയണിന് 4% കാർബൺ ഉണ്ട്. ആ 4% കാർബൺ ഞാൻ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ച് 2% കാർബൺ ആക്കി. അപ്പൊ എനിക്ക് കിട്ടിയ ഇരുമ്പാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ, വാർക്ക കമ്പി എന്ന് വിളിക്കൂ കേട്ടോ. ഇനി കാസ്റ്റ് അയൺ ഞാൻ വീണ്ടും ശുദ്ധീകരിച്ചു വിചാരിക്കാം. ഞാൻ കുറച്ചും കൂടെ ശുദ്ധീകരിച്ചു. ഓക്കെ, ഈ കാസ്റ്റ് അയൺ ഞാൻ വീണ്ടും ശുദ്ധീകരിച്ചിട്ട് ഏകദേശം ഈ കാർബണിന്റെ അളവില്ലേ, ഈ കാർബണിന്റെ അളവ് 0.5 മുതൽ 0.2 മുതൽ 0.5 വരെ ആക്കിയെന്ന് വിചാരിക്കാം. 0.2 മുതൽ 0.5 വരെ ആക്കിയെന്ന് വിചാരിക്കാം. ശതമാനമാണ് എല്ലാം. അങ്ങനെ കാർബണിന്റെ അളവ് ഞാൻ കുറച്ചിട്ട് 0.2 മുതൽ 0.5 വരെ ആക്കിയിട്ടാകുമ്പോൾ എനിക്കൊരു ഇരുമ്പ് കിട്ടുമല്ലോ. ആ ഇരുമ്പിനെ ഞാൻ എന്താ വിളിക്കുക? റോട്ട് അയൺ എന്ന് വിളിക്കാം. എന്താ? റോട്ട് അയൺ. റോട്ട് അയൺ അഥവാ റോട്ട് അയൺ. ഓക്കെ, അപ്പൊ ഇതാണ് 3 തരം ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ. ഇനി ഇത് കൂടാതെ അടുത്ത വരുന്ന ഒരു ഇരുമ്പ് ഉൽപ്പന്നമാണ് സ്റ്റീല്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരിക്കും അല്ലെ സ്റ്റീല്. ഈ സ്റ്റീൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ കാർബൺ 4% ഉണ്ടായ കാർബൺ ഇല്ലേ, ആദ്യം ലഭിച്ച പിഗ് അയണിൽ 4% കാർബൺ ഉണ്ടായിരുന്നു. ഈ പിഗ് അയൺ നമുക്ക് അടിച്ചു പരത്താനോ വലിച്ചു നീട്ടാനോ ഒന്നും സാധിക്കത്തില്ല.
നമ്മളിത് അടിച്ചു പരത്തോ വലിച്ചിട്ടാനോ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഇത് പൊട്ടിപ്പോവും. ഇഷ്ടികയൊക്കെ പൊട്ടുന്നില്ലേ, അതുപോലെ പൊട്ടിപ്പോവും. ബ്രിട്ടിലാ ഭയങ്കര. ഓക്കെ, അപ്പം ഇങ്ങനെ പൊട്ടിപ്പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ കാർബണിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട്, ശുദ്ധീകരിച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഏകദേശം 0.5 മുതൽ 1.5% വരെ ആക്കിയെന്ന് വിചാരിക്കാം. കാർബണിൻ്റെ അളവ് 0.5% മുതൽ 1.5% വരെ ആക്കിയെന്ന് വിചാരിക്കാം. ഇപ്പം ലഭിക്കുന്ന ഇരുമ്പിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? സ്റ്റീൽ എന്ന് വിളിക്കാം. ഇപ്പം എനിക്ക് ലഭിച്ച ഇരുമ്പിനെ ഞാൻ എന്ത് വിളിക്കാം? സ്റ്റീൽ എന്ന് വിളിക്കാം. ഇനി ഈ സ്റ്റീൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇരുമ്പിൻ്റെ ഏകദേശം എല്ലാ ലോഹ ഉപകരണങ്ങളും എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക? സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇനി സ്റ്റീല് നമുക്ക് നമ്മുടെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ കൂടെ നമ്മൾ വേറെയും ലോഹങ്ങളെ ചേർത്തിട്ട് പുതിയൊരു മെറ്റൽ ഉണ്ടാക്കും. അങ്ങനെ 2-3 ലോഹങ്ങളെ ചേർത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? ലോഹസങ്കരങ്ങൾ അഥവാ അല്ലോയികൾ എന്ന് വിളിക്കാം. ഓക്കെ, അല്ലോയ് അഥവാ ലോഹ സങ്കരം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ ചേർന്ന് ഉണ്ടാവുന്ന പുതിയ ലോഹം. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ലോഹസങ്കരം അഥവാ അലോയ് എന്ന് വിളിക്കാം. ഇനി സ്റ്റീല് ഒരു ലോഹമല്ലേ? ഈ സ്റ്റീലിൻ്റെ കൂടെ നമ്മൾ വേറെ ആൾക്കാരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും. നമ്മൾ എന്തുണ്ടാക്കും? പുതിയ ഒരു ലോഹം ഉണ്ടാക്കും, ഒരു ലോഹസങ്കരം ഉണ്ടാക്കും. അതിനെ നമ്മൾ സ്റ്റീൽ അലോയ്സ് എന്ന് വിളിക്കുക, അഥവാ സ്റ്റീലിൻ്റെ ലോഹസങ്കരങ്ങൾ. അങ്ങനെ സ്റ്റീലിൻ്റെ പ്രധാനപ്പെട്ട 3 ലോഹസങ്കരങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. രണ്ടാമത്തത് മാംഗനീസ് സ്റ്റീൽ. മൂന്നാമത്തത് സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഈ 3 ആൾക്കാരാണ് പ്രധാനമായിട്ട് എവിടെ ഉള്ളത്? നമ്മുടെ സ്റ്റീലിൻ്റെ സങ്കരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സ്റ്റീലിൻ്റെ അലോയ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ 3 ആൾക്കാരാണ്: സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇരുമ്പുണ്ട്. ഇരുമ്പിൻ്റെ കൂടെ ക്രോമിയം ഉണ്ട്. ക്രോമിയത്തിൻ്റെ കൂടെ നിക്കലുണ്ട്. അതേപോലെ കാർബണുണ്ട്. ഇത്ര ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റെയിൻലെസ് സ്റ്റീല് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും ലോഹങ്ങൾ ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളത്. ഇനി മാംഗനീസ് സ്റ്റീലാണല്ലോ, അപ്പം എന്തായാലും ഇരുമ്പുണ്ടാവും. പിന്നെ മാംഗനീസ് സ്റ്റീൽ, പേര് നോക്കിയാൽ മാംഗനീസ്. അപ്പോൾ ആരുണ്ടാവും? മാംഗനീസ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? കാർബൺ ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാരാ? സിലിക്കൺ സ്റ്റീൽ, പേര് നോക്കിയാൽ സിലിക്കൺ. അപ്പോൾ ആരുണ്ടാവും? സ്റ്റീലായതുകൊണ്ട് ഇരുമ്പുണ്ടാവും എന്തായാലും. കൂടെ ആരുണ്ടാവും? സിലിക്കൺ ഉണ്ടാവും, SI. അവസാനമായിട്ട് കാർബൺ എല്ലാത്തിലും ഉണ്ട്, കാർബൺ ഉണ്ടാവും. ഓക്കെ, ഇത്ര ആൾക്കാരാണ്, ഇത്രയും ലോഹസങ്കരങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്റ്റീലിൻ്റെ സങ്കരങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപയോഗം എന്താ? നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നല്ലേ? നിങ്ങളുടെ അടുക്കളകളിലൊക്കെ പാത്രങ്ങളും സ്പൂണും നമ്മളെ തവിയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുക അല്ലേ? കണ്ടിട്ടുണ്ടാവും. തുരുമ്പെടുക്കില്ല അത് പെട്ടെന്ന്. ഓക്കെ, അപ്പം തുരുമ്പെടുക്കാത്ത ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? തുരുമ്പെടുക്കാണ്ടിരിക്കാൻ നമ്മളെ ഈ സ്റ്റീൽ തുരുമ്പെടുക്കും ഒരുപാട് കാലം വെച്ചാൽ. അപ്പം ഇങ്ങനെ തുരുമ്പെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അതിനെ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി മാറ്റി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള അപ്ലയൻസസ് ഒക്കെ എന്ത് തന്നെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താ? തുരുമ്പെടുക്കില്ല, തുരുമ്പ് തടയും. അതേപോലെ ഉപയോഗം എന്താണ്? നമ്മൾ അടുക്കളകളിലും വീട്ടുപകരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കും. ഹോം അപ്ലയൻസസ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുക. ഇനി മാംഗനീസ് സ്റ്റീല് വളരെ ഹാർഡായിട്ടുള്ള ആളായിരിക്കും. ഇവൻ്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ ആൾ തുരുമ്പെടുക്കില്ല, രണ്ടാമത്തെ ആൾ ഹാർഡായിരിക്കും. നല്ല കട്ടിയുള്ള ആളായിരിക്കും, കടുപ്പുള്ള ആളായിരിക്കും, ഹാർഡായിരിക്കും. ഇവൻ സാധാരണ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. നമ്മൾ റെയിൽവേ ട്രാക്ക്, മെഷീൻ്റെ പാർട്സ്, ഗിയർ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? നമ്മുടെ മാംഗനീസ് സ്റ്റീൽ ഉപയോഗിക്കാം.
ആൻഡ് അവസാനമായിട്ട് നമ്മുടെ സിലിക്കൺ സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സിലിക്കൺ സ്റ്റീൽ നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നും കൂടെ വിളിക്കും. ഇലക്ട്രിക്കൽ സ്റ്റീൽ അതിന് ഇലക്ട്രിസിറ്റിയായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈദ്യുതി ഉപകരണങ്ങളുണ്ടല്ലോ, നമ്മുടെ മോട്ടോർ, ജനറേറ്റർ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, ലോഹ പാർട്സ് വേണ്ട വൈദ്യുതി ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? സിലിക്കൺ സ്റ്റീലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് ഇരുമ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, വീഡിയോ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആ വീഡിയോയും കാണുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? അലുമിനിയത്തിൻ്റെ നിർമ്മാണം, ചെമ്പിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ നിർമ്മാണം, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വരുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ മാർക്ക് എടുക്കട്ടെ. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ പോയി ടെലിഗ്രാം ചാനലിൽ പോയി ആ നോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക, നല്ല വൃത്തിക്ക് മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിലും അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആ സംശയത്തിന് നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സായിട്ട് വരുന്നത് വരെ താങ്ക് യു.